ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൂന്നാമത്തെ ടൈം നരേന്ദ്രമോദി റഷ്യയിൽ ഒരു പര്യടനം നടത്താൻ പോവുകയാണ്. ഇതിന് വലിയ പ്രാധാന്യമാണ് ഗ്ലോബലി കിട്ടിയിരിക്കുന്നത്. എന്താണ് പുടിനുമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ടുള്ള സംഭാഷണത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ? ഇതിനെപ്പറ്റിയുള്ള പല ഊഹാപോഹങ്ങൾ പല പത്രങ്ങളിൽ വരുന്നു, ഇൻ്റർനാഷണൽ മീഡിയ ഇത് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പം അതിലേക്ക് കടക്കുക. എന്താണ് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. റഷ്യ ഉക്രൈൻ വാറിന് ശേഷം റഷ്യൻ പ്രസിഡൻറ്റുമായിട്ട് ഗ്ലോബൽ ലീഡേഴ്സ് സംസാരിക്കാറില്ല. കാരണം എല്ലാവരും റഷ്യയുടെ ഇൻവേഷനെ എതിർക്കുന്ന ആൾക്കാരാണ്. അതിനിടയ്ക്ക് റഷ്യയുമായിട്ട് ബന്ധമുള്ള, ലോകത്ത് ഏറ്റവും നല്ല ബന്ധമുള്ള രണ്ട് രാജ്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് ചൈനയും ഒന്ന് ഇന്ത്യയുമാണ്. ഇപ്പം ചൈനയുടെ കാര്യത്തിൽ വലിയ സംശയമാണ്. ചൈന അവൻ്റെ കാര്യം മാത്രമാണ് കൂടുതൽ താല്പര്യം. ഗ്ലോബൽ കാര്യങ്ങളിൽ ചൈന പലപ്പോഴും ഇടപെടാറില്ല. കാരണം ചൈനയ്ക്ക് ചൈനയുടെ ബിസിനസ്സും കാര്യങ്ങളും ആ രാജ്യത്തിൻ്റെ പോക്കും ഒക്കെയാണ് പ്രാധാന്യം. അപ്പോൾ ചൈനീസ് പ്രസിഡൻറ്റ് പുടിനെ കണ്ടിരുന്നു. പക്ഷെ അതിനേക്കാളും പ്രാധാന്യം കൊടുക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി പുടിനെ കാണുന്നു. ഇതിനെന്തൊക്കെയാണ് പ്രാധാന്യം? ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോൾ റഷ്യയുമായിട്ട് ഡിഫൻസ് രംഗത്ത് ഒരു ടൈപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം റഷ്യക്ക് തന്നെ അവരുടെ ആമിനേഷനും സംഭവങ്ങളൊന്നും തികയുന്നില്ല. അതിനേക്കാളുപരി അവർ പലയിടത്തുനിന്നും ആംസും ആമിനേഷനും വാങ്ങാൻ ശ്രമിക്കുകയാണ്. കാരണം ഇന്ത്യയും ഏകദേശം റഷ്യയുമായിട്ടുള്ള ഡിഫൻസിൻ്റെ ടൈപ്പ് മാറ്റുന്ന രീതിയാണ് വരാനുള്ള ദിവസങ്ങളിലും നമ്മൾ പല പുറകോട്ടുള്ള ദിവസങ്ങളിലും കണ്ടിരിക്കുന്നത്. കാരണം ഹാർഡ്വെയർ ആണെങ്കിലും മറ്റുള്ള സംഭവങ്ങളൊക്കെ റഷ്യയിൽ നിന്ന് മാറിയിട്ട് ഇസ്രായേൽ അങ്ങനെയുള്ള രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ കൂടുതൽ അടുപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിയും റഷ്യൻ പ്രസിഡൻറ്റുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ ഉദ്ദേശ ലക്ഷ്യം? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കറക്റ്റ് 10 ദിവസം മുമ്പാണ് അമേരിക്കയുടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഡെലിഗേഷൻ, അമേരിക്കൻ സെക്യൂരിറ്റി അഡ്വൈസർ ആണെങ്കിലും എക്സ്റ്റേണൽ അഫേഴ്സ് ടീം ഇന്ത്യയിൽ വരുന്നു. പ്രധാനമന്ത്രി മോദിയുമായിട്ടും എക്സ്റ്റേണൽ അഫേഴ്സ് മിനിസ്ട്രിയുമായിട്ടും വലിയൊരു ഡിസ്കഷൻ നടക്കുക. 2-3 ദിവസം ഇന്ത്യയിൽ അവർ ക്യാമ്പ് ചെയ്തിരുന്നു. കാരണം ഈ മോദിയുടെ റഷ്യൻ വിസിറ്റിന് മുമ്പുള്ള കൂടിക്കാഴ്ചയായിട്ടാണ് പല ഇൻ്റർനാഷണൽ മീഡിയയും ഇതിനെ കാണുന്നത്. കാരണം അമേരിക്കയാണെങ്കിലും മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്കും റഷ്യൻ പ്രസിഡൻ്റ് എടുത്ത ആക്സസ് ഇല്ല. അതാണ് പ്രധാനപ്പെട്ട കാരണം. റഷ്യയോടൊരു കാര്യം പറയുവാണെങ്കിൽ പുടിൻ അത് അംഗീകരിക്കണമെന്നില്ല. പക്ഷെ പുടിൻ പല കാര്യങ്ങളും അതിനകത്ത് പല റിപ്പോർട്ടുകളും വന്നിരുന്നു. പുടിൻ ഏകദേശം ഉക്രൈനെതിരെ ന്യൂക്ലിയർ വെപ്പൺസ് സാധ്യതയുണ്ടായിരുന്നു. ആ സമയത്ത് ഇന്ത്യയും ചൈനയും, അതായത് ഇന്ത്യയുടെ ഇടപെടൽ കൊണ്ടാണ് ആ സംഭവത്തിൽ നിന്നും പുടിൻ പിന്മാറിയത് എന്ന് അമേരിക്കൻ ഡിപ്ലോമാറ്റ്സ് തന്നെ പറയുന്നുണ്ട്. അപ്പം അത്രമാത്രം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇന്ത്യക്കും പുടിൻ്റെ മുകളിൽ ഒരു സ്വാധീനമുണ്ട്. അപ്പോൾ അതുപയോഗിച്ച് ഏത് രീതിയിൽ റഷ്യ ഉക്രൈൻ ഈ വാറ് ഒന്ന് ഒതുക്കാൻ പറ്റും, ഇതാണ് ലോകം കാണുന്ന ഏറ്റവും വലിയ ചോദ്യം. അതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് എത്രമാത്രം സക്സസ് ആകാൻ സാധിക്കും, അതാണ് ലോകം കാണുന്നത്. അല്ല മറ്റുള്ള ബൈലാറ്ററലും എക്കണോമി സംഭവമൊന്നുമില്ല ഇതിനകത്ത്. കാരണം റഷ്യക്ക് ഒരു സമയത്ത് അവർക്ക് അത്യാവശ്യ ഘട്ടത്തിൽ അവരുടെ ഓയിൽ ആരും വാങ്ങുന്നില്ല. ആ സമയത്ത് ഇന്ത്യ ഓയിൽ വാങ്ങി. അത് കാരണം പ്രോപ്പറായിട്ട് ഇന്ത്യ അവരെ സഹായിച്ചു. കാരണം ആര് സഹായമില്ലാത്ത സമയത്ത് റഷ്യയെ സഹായിച്ചത് ഇന്ത്യയാണ്. ചൈനയുമായിട്ട് നേരത്തെ അവർക്ക് ആ ഡീലുണ്ട്. പക്ഷേ ഇന്ത്യ അത് മുൻപന്തിയിൽ നിന്ന് വലിയൊരു ശതമാനം റഷ്യൻ ഓയിൽ ഇന്ത്യ വാങ്ങി അവരെ സഹായിച്ചു. അതേപോലെ തന്നെ പല കാര്യങ്ങളിലും ഇൻ്റർനാഷണൽ ഫോറങ്ങളിൽ പോലും റഷ്യയെ ഒറ്റപ്പെടുത്തുവാൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യ റഷ്യയുടെ കൂടെ നിന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അഡ്വാൻറ്റേജിൻ്റെ സമയത്ത് ഇന്ത്യയുടെ ഒരു മീഡിയേറ്റർ, അതായത് റഷ്യ ഉക്രൈൻ വാറിൻ്റെ മീഡിയേറ്റർ എത്രമാത്രം ഫലപ്രദമാകും, ഇതാണ് പ്രധാനമന്ത്രി മോദിയുടെ ഈ വിസിറ്റിൻ്റെ പ്രധാന ഉദ്ദേശം. ഇതിനെയാണ് അമേരിക്കയാണെങ്കിലും നേരത്തെ ഡിസ്കഷൻ നടത്തി. മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളും ഇതുമായിട്ടുള്ള ഡിസ്കഷൻ ഇന്ത്യൻ എക്സ്റ്റേണൽ അഫേഴ്സ് ടീമുമായിട്ട് നടക്കുന്നുണ്ട് എന്നാണ് പല മീഡിയകളെ ഉദ്ധരിച്ച് പലയിടത്തും പറയുന്നത്. ഇതിൻ്റെ ഏകദേശ സ്വഭാവം, കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വിസിറ്റിന് ശേഷം മാത്രമേ ഇതിൻ്റെ ഏകദേശ രൂപം
പുറത്തറിയുവാനുള്ള സാധ്യതയുള്ളൂ. അപ്പം മനസ്സിലാക്കേണ്ടത് ഇന്ത്യക്ക് റഷ്യയുടെ ഒരു ഇൻ്റർനാഷണൽ ഫോറത്തിൽ, അതായത് റഷ്യ ഉക്രൈൻ വാർ, ആ ഫോറത്തിൽ ഇന്ത്യക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. അതായത് ഇന്ത്യ പറഞ്ഞാൽ റഷ്യൻ പ്രസിഡൻറ്റും റഷ്യൻ ഗവൺമെൻറ്റും കേൾക്കും എന്നുള്ളൊരു സംഭവം അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കും പ്രതീക്ഷയുണ്ട്. ഇമാനുവൽ മാക്രോൺ ഇതിനെപ്പറ്റി പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ് വിചാരിച്ചാൽ ചിലപ്പോൾ ഇതിനകത്തൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതേപോലെ തന്നെ ഇമാനുവൽ മാക്രോൺ ചൈനീസ് പ്രസിഡന്റിനോട് പറഞ്ഞു ഈ വാർ തീർക്കാൻ വേണ്ടി ചൈനീസ് പ്രസിഡന്റ് ഇടപെടണമെന്ന് പറഞ്ഞു. അത് ചൈന അതിൻ്റെ അകത്ത് ഡിപ്ലോമാറ്റിക്കലി ചില സംഭാഷണങ്ങളൊക്കെ നടത്താൻ നോക്കി, പക്ഷെ അത് എവിടെയും ഫലപ്രദമായില്ല. അവിടെയാണ് ഇന്ത്യയുടെ ഒരു ടാസ്ക്, ഒരു ഉദ്യമം റഷ്യൻ പ്രസിഡന്റുമായിട്ട് ഉണ്ടാകും. ഇനി വാറുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ പഴയ പോലെ അല്ല റഷ്യക്ക് ഇന്ന് വാറിൽ അടി കിട്ടുകയാണ്. റഷ്യൻ പ്രസിഡന്റും വളരെ ഒരു 2 ആഴ്ച മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് സീസ് ഫയർ ആണ് റഷ്യയുടെ ഉദ്ദേശം. കാരണം റഷ്യയുടെ പല സിറ്റി ആണെങ്കിലും ക്രിമിയ ഉൾപ്പെടെ പല സ്ഥലത്തും അവരുടെ വെയർ ഹൗസിലും ഉക്രൈനിലെ വെസ്റ്റേൺ രാജ്യങ്ങൾ, അതായത് വെസ്റ്റും അമേരിക്കയും കൊടുത്ത വെപ്പൺസ് ശരിക്കും ഹിറ്റ് ചെയ്യുന്നുണ്ട്. അത് അവരുടെ ഏകദേശം 38ഓളം ഷിപ്സ്, അതായത് ലോകത്തിലെ അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും പവർഫുൾ നേവി ആയിരുന്നു റഷ്യ, അതായത് ബ്ലാക്ക് സീ ഉൾപ്പെടെ. അവിടെ അവർ 38ഓളം വാർഷിപ്പുകളാണ് തകർന്നു പോയത്. അപ്പോൾ ഇതെല്ലാം കണക്ക് കൂട്ടുമ്പോൾ റഷ്യക്ക് വാറിൽ നിന്നും പിൻവാങ്ങണം. അപ്പോൾ എന്തൊക്കെയാണ് സൊല്യൂഷൻ മുന്നോട്ട് വെക്കാൻ പോകുന്നത്, അതനുസരിച്ചുള്ള നെഗോസിയേഷൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്കൻ ഡെലിഗേറ്റ്സ് 10 ദിവസം ഇന്ത്യയിൽ വന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ബ്രീഫ് ചെയ്യുന്നത്. അതനുസരിച്ചുള്ളൊരു പാക്കേജ് ആയിരിക്കും യൂറോപ്യൻ യൂണിയനും ഈ പറയുന്ന ഉക്രൈനും റഷ്യയുമായിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ റോൾ. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യയുടെ ഒരു റോള് ഗ്ലോബലി അക്സെപ്റ്റഡ് ആണ്. അതാണ് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള പുതിയ, അതായത് ഈ പ്രധാനമന്ത്രി പോകുന്നതും സംസാരിക്കുക അതിനെപ്പറ്റി ലോകം മുഴുവനും നോക്കിക്കാണുകയാണ് എന്തായിരിക്കും നരേന്ദ്രമോദി ലോകത്തിന് ഡെലിവറി ചെയ്യാൻ പോകുന്നത്.